നീ പറഞ്ഞത് ശരിയാ, അത് എക്സ്പീരിയൻസ് ചെയ്യണം. അവരിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആവുന്നത് അവരുടെ കണ്ണുകളിലാണ്. നീ നൈസായിട്ടൊന്നും വീണല്ലേ? ചെറിയ വീച്ചൊന്നുമില്ല വീണത് അത്യാവശ്യം ഒരു വലിയ വീച്ച് തന്നെയാ. അച്ചു, നിനക്ക് ഇങ്ങനത്തെ വികാരങ്ങളൊക്കെ ഉണ്ടോ? നീ ഒരു അവസരം കിട്ടാൻ കാത്തുക്കല്ലേ എന്നെ ഊക്കെ. എന്നെ കൊണ്ട് അത്രക്കല്ലേ പറ്റൂ. മതി, സമയം കുറായി. ഇനി ഇവിടെ ഇരുന്ന് മഞ്ഞ് കൊള്ളാൻ നിൽക്കണ്ട. നീ ഇങ്ങ് കയറുക. ഇന്ന് കാണാൻ വന്ന ചേട്ടന് നിനക്ക് ഇഷ്ടപ്പെട്ടോ? അതിന് ഞാനല്ലല്ലോ കിട്ടുന്നത്, നീയല്ലേ. എടി, ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? അക്കു, നിനക്ക് എന്തിന്റെ സൂക്കേടാ? എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. അമ്മ, നീ പറ, നിനക്ക് ആളെ ഇഷ്ടപ്പെട്ടോ? ഇല്ല. എന്തേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാ നീ വേണ്ടാന്ന് വെക്കോ? അത് പറ്റൂല. അതെന്താ? അതെന്താന്ന്? നിനക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നീ എനിക്കിഷ്ടായി എന്തിനാ ചോദിക്കുന്നേ? എടി, എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടടി. നിന്റെ അഭിപ്രായം കൂടി കേട്ടിട്ട് എന്താ ഒരു തീരുമാനം എടുക്കാന്ന് വെച്ചിട്ടാ. Do you know what the time now? എന്താണ് ഇപ്പൊ സമയം എത്രയെന്നറിയോ? 2:15. ഈ പാതിരാത്രിക്കാണ് നിനക്ക് അങ്ങോട്ട് പ്രേമം മൂത്തത്? പ്രേമത്തിന് അങ്ങനെ സമയം കാലമൊന്നുമില്ലേ ചേച്ചി? ഈ കുറിപ്പപ്പോഴേ എണീറ്റ്. നിനക്ക് ഉറക്കൊന്നുമില്ലേ? എടി അമ്മു, ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? നിനക്ക് ആളെ ഇഷ്ടപ്പെട്ടോ? പെണ്ണുമ്പിള്ള, മര്യാദയ്ക്ക് നീങ്ങി കിടന്നോ? വെറുതെ എന്റെ സ്വഭാവം മാറ്റി നിൽക്കണ്ട. അപ്പു, നീ എപ്പോഴാ വീട്ടിലെത്തി? ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. എന്താ വെച്ചാ? എടാ, നിനക്ക് നേരത്തെ കാലത്തൊക്കെ വീട്ടിൽ കയറിക്കൂടെ? നീ നേരം വൈകി വരുന്ന കാരണം നിന്റെ തള്ള എനിക്കൊരു സമാധാനം തരാത്ത. എന്റെ പൊന്നച്ച, നിങ്ങൾക്ക് അമ്മനെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അങ്ങ് ഡിവോഴ്സ് എടുത്ത് പറഞ്ഞു നോക്കി. എന്തിനാ വെറുതെ കൊണ്ടു നടക്കുന്നു? അച്ഛ, പറഞ്ഞോണ്ടൊന്നും തോന്നരുത്. ആ പെണ്ണുങ്ങൾക്ക് കഴുത്തിന് ചുറ്റും നാക്കും തല ചുറ്റും കണ്ണോ. ഞാൻ എവിടെ തിരിഞ്ഞാലും അത് കാണാൻ കഴിയും. അതുകൊണ്ട് പറയാം, നിങ്ങൾക്കൊണ്ട് പറ്റില്ലെങ്കിൽ ഒഴിവാക്ക്. നിങ്ങൾക്ക് നല്ലൊന്നും ഞാൻ കണ്ടെത്തി തരാം. മോനെ അച്ചു, നീ ഇതിനെ എടുത്തോണ്ട് പോക്കോ, അല്ലെങ്കിൽ നാളെ രാവിലെ പത്രത്തിൽ ഒരു വാർത്തയാണ് സ്വന്തം മോനെ തലക്കടിച്ച് അച്ഛൻ കൊന്നു. എന്ത് വേണം നിനക്ക്? നീ അങ്ങനെ ഓവർ ചിരിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ 6 മാസം കഴിഞ്ഞാൽ നീയൊന്ന് കെട്ടുമല്ലോ. അപ്പൊ നിനക്കും ഇതുപോലൊക്കെ തന്നെയാ, നീയും അനുഭവിക്കോടാ. നിനക്ക് എന്തിന്റെ സൂക്കേടാടി? ഇവിടെ ഉള്ളതിനെ മനുഷ്യൻ സഹിക്കാൻ വയ്യ, അതിനാണ് കൂടെ പുതിയതൊന്നും കൊണ്ടുവരാഞ്ഞിട്ടു. വേറെ ആര്? ഇങ്ങേരുടെ പെണ്ണുമ്പിള്ള. മിസ്റ്റർ വർമ്മ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ വരച്ച വരെ നിർത്തും, എന്നിട്ട് മതി മക്കളുടെ നെഞ്ചത്ത് കയറാം. എന്താ വേണ്ടേ? നിങ്ങൾക്ക് ആർക്കും ഇത്ര നേരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? പിന്നെ അതെന്ന്
വർത്താനം അമ്മ? മമ്മി, ഇന്നത്തെ സ്പെഷ്യൽ എന്താ? ഇന്നത്തെ സ്പെഷ്യൽ ഗോതമ്പ് പുട്ട്. ഗോതമ്പ് പുട്ടോ? ഡാഡി, എനിക്കൊന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. അപ്പൊ ചേട്ടാ നിനക്ക് ഞാനും ഉണ്ട്. എടി കഴിച്ചിട്ട് പോടേ. വേണ്ട മമ്മി, ഇനി നിന്നാ നേരം വൈകും. അച്ചു മോനെ വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നോക്കോ. അമ്മ 10:30 മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ ഇറങ്ങിയാലും മിനിമം എനിക്ക് 10 മണിയാകുമ്പോ അവിടെ എത്താൻ പറ്റുള്ളൂ. എന്നാ ശരി പപ്പ, പോയിട്ട് വരാം. ഏട്ടാ, നിങ്ങൾ ഇത്ര നേരമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. വായോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അച്ചു പറഞ്ഞ മീറ്റിംഗ് എനിക്കിന്ന് അറ്റൻഡ് ചെയ്യാനുള്ള മീറ്റിംഗ് ആണ്. എന്താ? അല്ല, പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാ എന്നാണ് പറഞ്ഞു വന്നത്, വേറൊന്നുമില്ല. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. അപ്പൂനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അക്കു, അക്കു. ആ അമ്മ ഇതാ വരുന്നേ. സമയം 9 മണിയായി. നീ എപ്പോഴാണ് പോവാൻ കണ്ടത്? അമ്മ, ഞാൻ പോവാൻ റെഡി ആയിട്ട് 1 മണിക്കൂറായി. ഇവിടുത്തെ കൊച്ചു തമ്പുരാട്ടിന്റെ ഒരുക്കം കഴിയണ്ടേ? ഇവളെന്ന് ഞാന് കുഞ്ഞേ, കുഞ്ഞേ, നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന, അല്ലെങ്കിൽ ഞാൻ ചൂലായിട്ട് അങ്ങോട്ട് കയറണോ? കഴിഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇപ്പൊ വരാ. അമ്മു, നീ എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ? നിന്റെ കണ്ണൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നു. അത് 2-3 പേഷ്യന്റിന്റെ ഫയല് നോക്കാനുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയൊന്ന് നേരം വൈകി പോയി കിടക്കാൻ. നീ നോക്കി നിൽക്കൊന്നും വേണ്ട, നിനക്കുള്ള ഞാൻ തരാം. താങ്ക് യു ചക്കരെ. നീ അങ്ങനെ അച്ഛന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും തീരുമാനമായേനെ. എന്റെ പൊന്നക്കു, നീ എന്തിനാ പേടിക്കുന്നു? നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതാ, അതറിയോ? എക്സ്ക്യൂഷ്മി, ഒരു ചെറിയ തിരുത്തലുണ്ട്. കല്യാണമല്ല, എൻഗേജ്മെന്റ് ഉറപ്പിച്ചത്. ഈ കുറിപ്പിന് മിക്കവാറും ഞാൻ തല്ലിക്കൊല്ലും. അക്കു ചേച്ചി വായോ, നമുക്ക് പോ. അല്ലെങ്കിൽ ഇമ്മാരി വികാരമില്ലാത്ത ജീവികളൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അമ്മോ, നീ ഇത് കാര്യാക്കണ്ട, പോയിട്ട് വായോ. ഡോക്ടറെ കാണാൻ 2 പേര് വന്നിട്ടുണ്ട്. എന്നെ കാണാനോ? പേഷ്യൻസ് വല്ലതാണോ? അല്ല മാം. ആ ഓക്കെ, താൻ വരാൻ പറ. മോളെ. ആ, ആരിത്? കൊറേ ആയല്ലോ കണ്ടിട്ട്. പിന്നെ സുഖല്ല ഡോക്ടറെ? എന്റെ പൊന്നു ചേച്ചി, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഡോക്ടറെ എന്ന് വിളിക്കില്ലേന്ന്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെപ്പോലെ അല്ലേ? മോളെപ്പോലെ തന്നെയാണെന്നറിയാം, പക്ഷെ ഞങ്ങക്ക് മോള് ദൈവമാ. 16 വർഷം ഒരു കുഞ്ഞില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് മോളെ വന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം എനിക്കൊരു അമ്മ അവളുടെ ഭാഗ്യം ഉണ്ടായത്. അത് ശരി, എന്നെ കാണാൻ വന്നത് കരയാനാണോ? ഇത് ആലോചിക്കുമ്പോ എന്താ ഉള്ളിലൊരു കരച്ചിൽ വരുന്നു, അത്രേ ഉള്ളൂ. എന്താ ആന്റി? ഞങ്ങള് മോളെ 1ാമത്തെ പിറന്നാൾ വിളിക്കാൻ വേണ്ടി വന്നതാ. ഓ ആണോ? അയ്യോ, 1 വയസ്സൊക്കെ ആയല്ലേ. ഞാൻ പറ്റ വിട്ടുപോയിട്ടോ. എവിടെ മോളെന്തേ? മോളിത് നല്ല കരച്ചിലായിരുന്നു. അപ്പൊ ചേട്ടൻ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ ഇനി മോള് മറക്കണ്ട, 28-ാം തീയതിയാണ് ബർത്ത്ഡേ. എത്ര നേരത്തെ എത്താൻ പറ്റുമോ അത്രയും നേരത്തെ അവിടെ എത്തണം കേട്ടോ. എന്നെ ഇവിടെ വരെ വന്ന് വിളിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും വരും. ഭാഗ്യ ടീച്ചറെ, എന്തായി ഇന്നത്തെ പെണ്ണ് കാണലൊക്കെ? അത് വലിയ പരിപാടി ഒന്നല്ല ടീച്ചറെ. ചെക്കന് വന്ന് കാണേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാ വിധത്തിലും ഇത് ഉറപ്പിച്ചതായിരുന്നു. എന്നിട്ട് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട ആളെ? ആ, കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെടായൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി കല്യാണം പെട്ടെന്ന് ഉണ്ടാവോ? ഓ, കല്യാണം പെട്ടെന്ന് ഉണ്ടാകും. അടുത്ത മാസം എൻഗേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ തന്നെ കല്യാണം എന്നാ പറഞ്ഞത്. ഇനി എന്തായിരുന്നൊക്കെ അച്ഛനും അമ്മയെ തീരുമാനിക്കുന്നു. എടാ, നീ അറിഞ്ഞു നമ്മുടെ അമേക്ഷാലിന്റെ പെണ്ണ് ശരിയായതായിരുന്നു? പെണ്ണ് ശരിയാവേ? എന്ത്? എടാ, സാറിന്റെ കല്യാണം ശരിയായെന്ന്. ശരിക്കും? ഇത് നീ എങ്ങനെ അറിഞ്ഞു? ഇന്നലെ വിഷ്ണു സാർ അമീക് സാറിനെ വിളിച്ച് ചോദിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി, ശരിയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സാറ് കെട്ടാൻ പോകുന്ന കൊച്ചിന്റെ ഭാഗ്യമാ. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു? താനിപ്പോൾ വന്നിട്ട് 2 ദിവസമല്ലായിട്ടുള്ളൂ. ഞങ്ങൾക്ക് സാറിനെ കഴിഞ്ഞ 4 വർഷമായിട്ടാണ്. ആ ബലത്തിന്റെ പുറത്താ പറയണത്. ആ കൊച്ചിന്റെ ഭാഗ്യമാണ്. നിനക്ക് നമ്മുടെ സാറുമാരെ കുറിച്ചൊന്നും അറിയില്ല, അതുകൊണ്ടാണ്. കാവ്യ, നിനക്ക് അരവിന്ദ് സാറിനെ അറിയോ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അരവിന്ദ് സാറിന് 3 മക്കളാണുള്ളത്. മൂത്ത ആള് അമേക് ദേവ് വർമ്മ, 2ാമത്തെ ആള് അഗ്നിദേവ് വർമ്മ, 3ാമത്തെ ആള് അരുന്ധതി വർമ്മ. അങ്ങനെ 3 പിള്ളേരുണ്ട്. ഈ 3 പിള്ളേരില് 2 പേരാണ് ഇപ്പൊ
ഈ ഓഫീസിൽ CEO ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആളാണ് അമിത് വർമ്മ. മറ്റേത് അഗ്നിദേവ് വർമ്മ. അമിത് വർമ്മയും അഗ്നിദേവ് വർമ്മയും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് അറിയോ? നമ്മുടെ സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ സാറിന്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു വാക്കാണ് വയലൻസ്. നമ്മുടെ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആരടുത്തും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ ഒരിടത്തും വയലന്റ് ആകുന്നത് ഞങ്ങൾ ഇത്രയും കാര്യമായിട്ട് കണ്ടിട്ടില്ല. സ്ത്രീകളടുത്ത് ഭയങ്കര റെസ്പെക്റ്റാണ്, പ്രത്യേകിച്ച് ഈ അമ്മമാരടുത്ത്. പുള്ളിക്കാരന്റെ സ്വന്തം അമ്മയെ പോലെ എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക. കുട്ടികളെ നോക്കുന്നതാണെങ്കിലും എല്ലാം കൊണ്ട് നമ്മുടെ സാർ അടിപൊളിയാണ്. ഇപ്പൊ ഒരു 10 മിനിറ്റ് ലൈറ്റായി വന്നാൽ പൊതുവെ എല്ലാ സാറും വഴക്ക് പറയും. പക്ഷെ നമ്മുടെ സാർ അതിന് പോലും വഴക്ക് പറയത്തില്ല. കാരണം പുള്ളിക്കാരൻ അത്രയും ഡീസെന്റാ. പക്ഷെ ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റാണ് നമ്മുടെ അഗ്നിദേവ് വർമ്മ. പുള്ളിക്കാരന് ക്ഷമാന്ന് പറഞ്ഞ സാധനം ഡിക്ഷണറിയിലില്ല. എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടോ അത് സ്പോർട്ടിന് ചെയ്ത് കൊടുക്കണം. എല്ലാത്ത പക്ഷം നമ്മളൊന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാവും അങ്ങയുടെ വായന വരാൻ പോകുന്നത്. ഇവര് ചേട്ടനും അനിയന്തനല്ലേ? അഗ്നി സാർ ആര് പറഞ്ഞൊന്നും കേൾക്കില്ല. സാറിന് സാറിൻ്റെതായ തീരുമാനങ്ങളുണ്ട്. പക്ഷെ അമീക് സാറ് അഗ്നി അത് വേണ്ട എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അഗ്നി സാർ ആ ഭാഗത്തേക്കേ നോക്കത്തില്ല. അച്ചു, ഇന്നലെ പെണ്ണ് കാണുമ്പോൾ എങ്ങനെ ഒക്കെ സെറ്റല്ലേ? ഓ, അത് സെറ്റാണ്. അതെല്ലാം കൊണ്ടും സെറ്റാണ്. എന്താ മോനെ ഒരു പഞ്ചാരൊക്കെ? വിഷ്ണു, എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടപ്പെട്ടടാ. എല്ലാരും ഭംഗിയേറെ കാണേ. നീ അങ്ങനെ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോണ ആളൊന്നല്ലല്ലോ. എന്താ പറ്റി? എടാ, എനിക്ക് ആളുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തമ്മിലൊരു 3/4 മണിക്കൂർ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ആളെ തന്നെ പുള്ളിക്കാരി എന്താ പറയാ, ഭയങ്കര കംഫർട്ടായിരുന്നു എനിക്ക്. എനിക്ക് എന്തുവരും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു സെക്കൻഡ് കൊണ്ട് എനിക്ക് തോന്നിപ്പോയി. ഇൻട്രസ്റ്റിംഗ്. എന്നിട്ടെങ്ങനെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചോ? ആടാ, കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. ഇനിയിപ്പം അടുത്ത മാസം എൻഗേജ്മെന്റ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ 2 മാസത്തിന്റെ ഗ്യാപ്പിൽ കല്യാണം വയ്ക്കും. അങ്ങനെയാണ് അവളുടെ അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്. എടാ, അപ്പുവിന്റെ കാര്യം എന്തായി? അവൻ ഓക്കെയാണെന്ന് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇത് എത്ര കാലം മുന്നോട്ട് പോകുന്നുള്ളത് വലിയ പിടുത്തില്ല. സത്യം പറയുകയാണെങ്കിൽ പഴയ അപ്പുവിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നീ മാത്രല്ലടാ, എല്ലാരും അതിനു വേണ്ടി കാത്തിരിക്കാം. ഏറ്റവും കൂടുതൽ സങ്കടം അമ്മയ്ക്കാം. അവൻ അമ്മൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് എത്ര ആയിന്നറിയാം. അച്ചു, പറയണോണ്ടൊന്നും തോന്നരുത്. അവൻ ചെറിയമ്മേന്റെ അടുത്ത് മിണ്ടാതിരിക്കാനുള്ള മെയിൻ കാരണം ചെറിയമ്മേനെ. അവനന്ന് അത്രയും കാല് പിടിച്ച് ചെറിയമ്മയുടെ അടുത്ത് പറഞ്ഞതാ. പക്ഷെ ചെറിയമ്മയ്ക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ? എടാ, അതിന്റെ പിന്നാലെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് അമ്മ തന്ന് വേണ്ടാന്ന് പറഞ്ഞത്. ഇപ്പോഴും അവൻ ആ വാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അത് നിൽക്കട്ടെ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്ത് പറയാനാ? അത് ശരിയാ, നമുക്ക് ആ വിഷയം വിടണ നല്ലത്. എല്ലാം പറഞ്ഞു വന്ന കച്ചറയിപ്പോ. അതാ നല്ലത്. ഏടത്തമ്മയ്ക്ക് എന്താ ജോലി? ആള് ടീച്ചറാണ്. അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അവിടെ അവിടുത്തെ അച്ഛനും അമ്മയും പിന്നെ 3 പെൺകുട്ടികളാണ്. അവിടെ ഏറ്റവും ചെറുതുണ്ടടാ, കുഞ്ഞിനെ വിളിക്കാം. രുദ്രാലക്ഷ്മി അങ്ങനെയാണ് പേര്. സത്യം പറയല്ലോ, നമ്മുടെ അനുവിന്റെ വേറൊരു വർഷം തന്നെയാകും. ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പം അപ്പുവിനായിട്ടൊരു കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പു അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 എണ്ണം പറഞ്ഞു എന്നൊക്കെ അപ്പു എന്റെ അടുത്ത് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. അച്ചു, ചേച്ചി വിളിക്കാറുണ്ടോ? എടാ പൊട്ട, ഇന്നലെ അങ്ങ് പെണ്ണു കണ്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അരവിന്ദേട്ടാ, ആരാ വിളിച്ചിരുന്നത്? അത് ആനന്ദ് വിളിച്ചതായിരുന്നു. അവര് എൻഗേജ്മെന്റ് ചെറിയൊരു ഫംഗ്ഷൻ ആക്കിയിട്ടും കല്യാണം ഗ്രാൻഡായിട്ട് നടത്താന്നാ പറയുന്നത്. ഞാൻ ആലോചിച്ചപ്പം അതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. കാരണം 2 പേരുടെ കല്യാണമല്ല അവിടെ. അവർക്ക് ഒരുപാട് ചെലവും കാര്യമൊക്കെ ഉണ്ടാവില്ലേ? എന്താ നിന്റെ അഭിപ്രായം? അതാണ് ഒരു കണക്കിന് നല്ലത്. അവിടെ നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് കല്യാണം നടത്തി കഴിഞ്ഞാലും നമുക്ക് ഇവിടെ വന്നിട്ട് റിസപ്ഷൻ നടത്താനുള്ളതല്ലേ. അപ്പൊ എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര പാടായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് മതി. എന്താണ് കാമുക, കാര്യമായിട്ട് ഒരു ആലോചനയിലാണല്ലോ? ഒന്നുമില്ലടാ, ഞാനോരോന്നും ആലോചിച്ചിരിക്കുന്നു. മിസ്റ്റർ അമിത് ദേവ് വർമ്മ എന്റെ മുന്നിൽ കിടന്ന് ഉരുളാൻ നിൽക്കണ്ട. കാര്യം എന്താ വെച്ചാ പറ. എടാ അപ്പു, എനിക്ക് ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് സംസാരിക്കാൻ തോന്നുന്നു. വെയിറ്റ്, ഈ ഭാഗ്യലക്ഷ്മിനെ നീട്ടി വിളിച്ചിട്ട് നിന്റെ നാക്ക് ഉളുക്കുന്നൊന്നുമില്ലേ?
ഏടത്തിമ്മയ്ക്ക് വേറൊരു പേരുണ്ട്, അത് നിനക്കറിയോ? അതെങ്ങനെ നിനക്കറിയാ? അതോ അവിടെയുള്ള തമ്പുരാട്ടില്ലേ, ആ ചെറുത്, അതിനെ ഞാൻ ദേഷ്യം പിടിപ്പിച്ചപ്പോഴേ അതിന്റെ വായെന്ന് വന്ന പേരാണ്. എന്താ പുള്ളിക്കാരന്റെ നിക്നെയിം? ചേച്ചിനെല്ലാരും വീട്ടില് അക്കൂന്നാ വിളിക്കുക. കുഞ്ഞി, 2 ദിവസം മുന്നേ ഞാൻ നിന്നോട് ചാപ്റ്റർ പഠിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അത് മൊത്തം നീ പഠിച്ചു കഴിഞ്ഞോ? പിന്നെ അതൊക്കെ നിസ്സാരല്ലേ. എന്നാ നീ ആ A4 ഷീറ്റും എടുക്ക്. ഞാനേ ചെറു ടെസ്റ്റ് നടത്താം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ ആയില്ലെങ്കിൽ സത്യം പറയാലോ, അടിച്ചു നിന്നെ ഞാൻ പുതർത്തു വിടട്ട്. അങ്ങനെ എടുത്ത് പഠിക്ക് ടെസ്റ്റ് പേപ്പർ ഇടാനൊന്നും പറ്റില്ല. അതിൽ 16 പേജ് ഉണ്ട്. അത് മൊത്തം പഠിച്ചിട്ടുണ്ടാക്കുന്ന നിസ്സാര കാര്യമില്ല. പിന്നെ 2 ദിവസമായിട്ട് ഈ വീട്ടില് പണിയൊക്കെ ഇല്ലായിരുന്നോ? ചേച്ചി കാണില്ലായിരുന്നോ? ഓ, ഇവിടെ പണിയൊക്കെ ഉണ്ടായിരുന്നല്ലേ? എന്തായിരുന്നു കുട്ടീന്റെ പണി ഇവിടെ? ചേച്ചി, ഞാനിവിടെ അമ്മ ചെയ്യണേന്റെ ഡബിള് പണി ഇവിടെ എടുക്കുന്നുണ്ട്. രാവിലെ നേരത്തെ എണീക്കുന്നുണ്ട്, പല്ല് തേക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, കുളിക്കുന്നു. എന്തിന് ഞാൻ ഇട്ടെടുത്ത ഡ്രസ്സ് വരെ ഞാൻ അലക്കിടണം. അത്രയും ഞാൻ ചെയ്യുന്നില്ലേ? പിന്നെ സമയം കിട്ടുമ്പോ അച്ഛന്റെ ഫോണോ അമ്മന്റെ ഫോണോ ചേച്ചിന്റെ ഫോണോ വൈകിയേച്ചിന്റെ ഫോണോ ഇതൊക്കെ എടുത്ത് നോക്കണ്ടേ? ഞാൻ തല്ലൂലാന്ന് വെച്ചിട്ടാണ് നീ ഇവിടെ കിടന്ന് വിളയാറിന് വെച്ചാ അത് നിന്റെ വെറും തോന്നല് മാത്രാണ്. കിട്ടുമ്പോ എന്റെ കയ്യിൽ നല്ല കിട്ടും. നിന്റെ താളത്തിന് തുള്ളിത്തരാൻ ഞാൻ നിന്റെ അക്കു ചേച്ചി എല്ലാം നിനക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ചേച്ചിക്ക് എന്നെ കണ്ടോളാന്നുള്ള കാര്യം എനിക്കറിയാം. സത്യമാണ് നീ പറഞ്ഞത്. എനിക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടോടാ. എടി അമ്മു, വിട്ടുകളാ. കൊച്ചിനിങ്ങനെ ദേഷ്യം പഠിപ്പിക്കല്ലേ. ഒന്ന് പറഞ്ഞു കൊടുക്ക ചേച്ചി. ടീച്ചറായ നിങ്ങൾക്കില്ലാത്ത അഹങ്കാരം ചില ഡോക്ടർമാർക്ക്. ഇവളെ ഞാനിന്ന് അമ്മു, നീ വന്നേ, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. പറ, എന്താ? എടി, എനിക്ക് ആ ചങ്ങായിന്റെ അടുത്തൊന്ന് സംസാരിക്കുന്നുണ്ട്. ഏത് ചങ്ങായി? എടി, എന്നെ പിന്നെ കാണാൻ വന്നില്ലേ, മൂപ്പരടുത്ത് സംസാരിക്കണം. ഓ, അയാളെ പേരെന്താ? അമിത് ദേവ് വർമ്മ. പക്ഷെ അക്കു, എന്റെ കയ്യിൽ അവന്റെ നമ്പർ ഇല്ല. എന്റെ കയ്യിലും ഇല്ല. പക്ഷെ എനിക്ക് എന്തോ സംസാരിക്കാൻ തോന്നുന്നു. ആ ബെസ്റ്റ്. ഞാൻ വല്ലതും പറഞ്ഞാ കൂടിപ്പോവും കേട്ടാ. അയ്യേ, ഇതായിരുന്നോ എന്നെ മാറ്റി നിർത്തി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞത്? വല്ലാണ്ടങ്ങ് നോക്കൊന്നും വേണ്ട. അക്കു ചേച്ചി, നിങ്ങൾക്കിപ്പോ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കണം. അത്രയല്ലേ ഉള്ളൂ. ആ ഫോൺ കിട്ടാ. ഞെട്ടണ്ട, ചേട്ടൻ പോണതിന് മുന്നേ ചേട്ടൻ നമ്പർ എനിക്ക് തന്നിരുന്നു. എങ്ങനെ? അത് ചേട്ടൻ പോകുന്നതിന് മുന്നേ ചേട്ടന്റെ നമ്പർ ഞാൻ വാങ്ങിച്ചായിരുന്നു. ചേച്ചി ചേച്ചി ബെല്ലടിക്കുന്നുണ്ട്, സംസാരിക്കും. അഗ്നി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കടാ. അണ്ണോ നമ്പറോ? ഇതാരാ ഈ നേരത്ത്? ഹലോ, ആരാ? ഹലോ ഹലോ ഹലോ, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഹലോ. എന്റെ പൊന്നക്കു, മിണ്ടാ നിൽക്കാൻ എന്തെങ്കിലും പറ. ഞാനെന്താ പറയാ? നീ ഒരു കാര്യം ചെയ്യും, 1 കിലോ ഉള്ളിക്ക് എന്താ വില ചോദിച്ചു നോക്ക്. എന്താ എന്തൊക്കെയാ നിങ്ങൾ പറയാ? നിങ്ങളുടെ ഞാൻ സംസാരിക്കും. ആരാച്ചോ? എനിക്കറിയില്ല ആരാണ്. കോൾ അറ്റൻഡ് ചെയ്തിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഒന്നും സംസാരിക്കണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് വെക്ക്. അല്ല ചേട്ടാ, ഞാനാ കുഞ്ഞി. എടാ അച്ചു, ഇതാ ചെറുതല്ലേ? അല്ല ചേട്ടാ, കേൾക്കുന്നില്ല? ആ മോളെ പറ, എന്താ വിളിച്ച്? അതെന്താന്നറിയോ, അക്കു ചേച്ചിക്ക് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞു. അതാ ഞാൻ വിളിച്ചത്. അമ്മു, ഈ കുരുപ്പനെ നാണം കെടുത്തെന്ന് തോന്നുന്നുണ്ട്. മക്കളെ, ഈ പാല് വന്ന് കുടിച്ചിട്ട് പോ, ഇത് തണുത്തു പോവേ. ചേട്ടാ, അമ്മ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാവേ. ഹലോ കുഞ്ഞി, ഇതാരാ നമ്പറാ? ഇത് അക്കു ചേച്ചിയുടെ നമ്പറാ. എടാ അപ്പു, നമ്പർ കിട്ടിയടാ, നമ്പർ കിട്ടി. ദൈവമേ, ഇതിന് പ്രാന്തായോ? നീ എന്നാ മഞ്ഞുകൊണ്ട് വിടുന്നോ? ഞാൻ പോവാണേ, ടാറ്റാ. ഒന്നവിടെ നിന്നേ. എവിടെ പോണെന്ന്? അല്ല, കുറച്ച് കഴിഞ്ഞാ അക്കു വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഞാൻ എന്റെ റൂമിൽ പോണല്ലേ നല്ലേ. ഓ അങ്ങനെ. അപ്പൊ ശരി, ടാറ്റാ, ഗുഡ് നൈറ്റ്. പൊക്കോ, നിനക്കുള്ള പണി ഞാൻ തരാം. സമയം കുറെ ആയല്ലോ, ഇവനെന്താ വിളിക്കാത്ത? ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കിയാലോ? ഏയ് വേണ്ട, ഞാൻ കോഴിയെന്ന് വല്ലതും വിചാരിച്ചാലോ?
ഇപ്പൊ ഈ നേരത്ത്? നീ എന്താണ് ഈ സമയത്ത്? എന്താന്നറിയില്ല, ഇന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാനൊരു പൂതി. എന്താ? അതേ ചേട്ടാ, ഇന്നെന്തോ ഇതിന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്റെ നെഞ്ചിന്റെ ചൂട് തട്ടി കിടക്കുക, വല്ലാത്തൊരു തൊര. എടാ തെണ്ടി, നിന്റെ ആ തൊര എന്തിനുള്ളതാന്ന് എനിക്ക് മനസ്സിലായണം. ഇറങ്ങിപ്പോക്കോ. ഒരു പെണ്ണ് കയറി വരുന്നതിന് മുന്നേ നീ എന്നെ പുറത്താക്കിയല്ലോ. അപ്പൊ ഇത്ര ഉള്ളല്ലേ നിനക്ക് എന്റെ അടുത്തുള്ള സ്നേഹം? ഓ ഇവൻ. ഒരു കാര്യം ചെയ്യും, ആ സോഫയിൽ അങ്ങോട്ട് പോയി കിടക്ക്. കട്ടിലുമ്പോ എന്റെ കൂടെ കിടക്കാനാണ് ഉദ്ദേശിച്ച മുട്ടുങ്കാലും തല്ലി പിടിക്കും. ചേച്ചി നിങ്ങൾ ചേട്ടനെ വിളിച്ചോ? ഇനിയിപ്പോ വിളിക്കണടാ, നാളെ വിളിക്കാം. സമയം എത്ര ആയില്ലേ? എന്നാ പിന്നെ വന്ന് കിടക്കുവോ? എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു. നീ എന്താച്ചാ ഉറങ്ങുന്നില്ലേ? എടാ അവള് വിളിക്കാന്ന് പറഞ്ഞത് ഇത്ര നേരമായിട്ട് വിളിക്കുന്നില്ല. കാവടി തുള്ളി പോന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇത് ട്രാജഡി ആവുന്നു. പൊടത്തെണ്ടി. ചേച്ചി വിളിക്കാത്ത സ്ഥിതിക്ക് ഇനി എനിക്ക് കട്ടുമ്പോ ഒന്ന് കിടക്കാമല്ലോ. എണീറ്റ് പാടത്തെണ്ടി. അതെ, കൂടെ കിടക്കുന്നൊക്കെ ശരിയാ, പക്ഷെ ഏടത്തിന് മനസ്സ് വിചാരിച്ചിട്ട് എന്റെ ചാരിത്രം ഇല്ലാതാക്കരുത്. ആണോ? എന്നാ ഇവിടെ വാടാ എന്റെ അച്ചക്കുട്ടാവും. എടാ സാമദ്രോഹി, വിടടാ എന്നെ, വിടടാ. എടാ കാമപ്രാന്ത, കയ്യെടുക്കടാ തെണ്ടി. ഇല്ലടാ, നിന്നെ ഞാൻ നശിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. എന്റെ സരസു, അയ്യോ മാറിപ്പോയി, എന്റെ അപ്പൂ. ഹലോ. താനെന്തോട് ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കാഞ്ഞത്? അത് പിന്നെ ടൈം കുറെ ആയില്ലേ, അതുകൊണ്ട് വിളിക്കാഞ്ഞതാ. ആ ആ. ഇപ്പൊ എവിടെയാ? വീട്ടിലാണോ അതോ പുറത്താണോ? ഞാനിത് വീട്ടിലെത്തിയിട്ടുള്ളൂ. നിങ്ങളെവിടെയാ? ഞാനും വീട്ടിൽ തന്നെയാ. അക്കു മോളെ ഒന്നുകൂടെ വന്നേ. ഒരു മിനിറ്റ്, അമ്മ വിളിക്കുന്നുണ്ട്. ചേച്ചി ആ ഫോൺ തരൂ, ഇപ്പൊ തരാം. ആ ഇന്ന് നീ സംസാരിക്കും, ഞാൻ ഇപ്പൊ വരാം. അമ്മ വിളിക്കുന്നുണ്ട്. ഹലോ ചേട്ടാ. ആ ആരാത്? കുഞ്ഞിയാണോ? പിന്നെ വേറെ ആരെങ്കിലും ചേട്ടൻ്റെ അടുത്ത് ഇത്ര അച്ചത്ത് സംസാരിക്കുമോ? എന്താണ് കുറുമ്പി, എന്താ പരിപാടി? ഇന്നിപ്പോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നാളെ അമ്മ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ചേച്ചിക്കുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് അമ്മ ചേച്ചിനെ കാത്തു നിൽക്കുന്നു. നാളെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണോ? നാളെയാണ് ബർത്ത്ഡേ. അപ്പൊ ചേച്ചി പറഞ്ഞില്ലേ? ഇല്ല, അതിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. ഞങ്ങളിത് എപ്പോ ഫോൺ വിളിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ പറഞ്ഞതൊന്നും പറഞ്ഞു കളയല്ലേ, ചിലപ്പോ ചേച്ചി എന്നെ ഓടിച്ചിട്ട് തല്ലും, അതുകൊണ്ടാ. ഇല്ല ഇല്ല, ഞാൻ ആരോടത്തും പറയില്ല കേട്ടോ. എന്നാ ചേട്ടാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. എനിക്ക് അമ്മ ചേച്ചിനെ ഒന്ന് വിളിക്കാം. ചേച്ചി എവിടെ എത്തിയെന്ന് അറിയണം. എന്നിട്ട് വേണം എനിക്ക് പോയത് മാറ്റാൻ. എന്നാ ശരി മോളെ, ചേട്ടൻ പിന്നെ വിളിക്കാം. ഓക്കേ, ബൈ ബൈ. അപ്പു, ഡാ അപ്പു, നീ ഇതിനെ തൊന്നിട്ട് കാരണം ഞാൻ നിന്റെ അടുത്തല്ലേ ഇരിക്കുന്നു, നിനക്ക് കാര്യങ്ങൾ പറഞ്ഞൂടെ? എടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താ ഹെൽപ്പ്? നാളെ അവളുടെ ബർത്ത്ഡേ ആണ്, എനിക്ക് അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ആണോ? നീ എന്താ വാങ്ങിച്ചു കൊടുക്കുന്നത്? എന്താ വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് അവളുടെ ഇഷ്ടങ്ങളൊന്നും അറിയില്ല. എന്താ ചെയ്യാ? വല്ല ഐഡിയ ഉണ്ടോ? മോനെ അച്ചു, നിന്റെ മനസ്സിൽ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ചിട്ട് എന്റെ അടുത്ത് ഐഡിയ വെക്കാൻ നിൽക്കരുത് കേട്ടാ. എടാ എന്റെ മൈൻഡിൽ അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. നാളെ അവളൊന്ന് പോയി കാണണം. പറ്റുകയാണെങ്കിൽ എന്റെ ഇഷ്ടം അടുത്ത് പറയണം. അപ്പൊ കവി ഉദ്ദേശിച്ചത് ഒരു പ്രപ്പോസിങ് സീനാണോ? ഓൾമോസ്റ്റ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ ചേച്ചി പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് പോവാം. അവിടെ നിന്ന് നീ നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് നീ കൊടുക്കാനുള്ള ഗിഫ്റ്റും കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു പോരാം. അതൊക്കെയാണ്, പക്ഷേ ഞാൻ അങ്ങനൊന്നല്ല ഉദ്ദേശിച്ചത്. നീ എന്താ ഉദ്ദേശിച്ചത്? I want to wish her